ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? അട്ടപ്പാടിയിൽ അല്ലെ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ, മഴ, ഞാൻ ദൈവത്തിന്റെ കരുണയാൽ സുഖമായിരിക്കുന്നു കേട്ടോ. പ്രാർത്ഥിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ? അതെ, ഇലയൊക്കെ വരുന്നുണ്ട്, കാറ്റൊക്കെ വരുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് മറച്ചു വെക്കാനില്ലല്ലോ. ഇനി ആ വീഡിയോ ശരിയാണ്, അടുത്ത വീഡിയോ എടുക്കാം. എല്ലാം സ്പോണ്ടേനിയസായിട്ട് കാര്യങ്ങളാണ്. നമ്മളെ കുറച്ച് നീങ്ങി നിന്ന് തന്നെ എടുക്കാം. എന്താ ശരിയാണല്ലേ, കുഴപ്പമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങളെല്ലാം പ്രത്യേകം ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ അങ്ങനത്തെ വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു, എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലൊക്കെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ പല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ രീതിയിൽ കോമ, അങ്ങനെ പല പല അവസ്ഥകൾ, അങ്ങനെ ചില ഹോസ്പിറ്റലിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇന്നിപ്പോൾ അർജന്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നാളെ രാവിലെ പുറപ്പെടാൻ പോകണം, അവർക്കൊരു പ്രയർ ആവശ്യം, അതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അങ്ങനെ ചില സ്പെഷ്യൽ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞ് ഇപ്പം ഹോസ്പിറ്റലിൽ പിന്നെ കീമോ അല്ലെങ്കിൽ പിന്നെ ബയോപ്സിക്ക് കൊടുത്തതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചില നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഹെബ്രായർ 11:8 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ഇങ്ങനെ പുറപ്പെടാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനെതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് വിളിക്കപ്പെട്ടപ്പോൾ, അങ്ങോട്ട് പോകാനായിട്ടുള്ള വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ അനുസരിച്ചു. എന്താ പറയാ, എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. ചിന്തിച്ചു നോക്കിയ ഒരു ദൈവം ഒരു ദൗത്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു അഭിഷേകനെ പറഞ്ഞിട്ടുണ്ടായി, ലോകത്തിൽ എവിടെയെങ്കിലും അനുസരണം കുറയുന്നുണ്ടെങ്കിൽ അതിന് നമ്പർ 1 റീസൺ വിശ്വാസം കുറഞ്ഞെന്നുള്ളതാണ്. എന്തുകൊണ്ട് അബ്രാഹാം അതുപോലെ അനുസരിച്ചു? അബ്രാഹാം അതുപോലെ വിശ്വസിച്ചു. വിശ്വാസം ഉള്ളിടത്ത് അനുസരണമുണ്ട്. വിശ്വാസം പ്രധാനമായി അപ്പനെ അമ്മയും ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ അനുസരിക്കുകയാണ്. ശരിയല്ലേ? ഇപ്പൊ ഞാനൊരു സഭയിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കോൺഗ്രിഗേഷനിൽ അല്ലെങ്കിൽ രൂപതയിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ എന്റെ സുപ്പീരിയറെ ഞാൻ വിശ്വസിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു. ശരിയല്ലേ? അപ്പൊ അനുസരണം കുറയുന്നതാണ് വിശ്വാസം കുറഞ്ഞു എന്നാണ് അർത്ഥം. പ്രശ്നം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതായത് മുകളിലും പ്രശ്നമുണ്ട്, മുകളിൽ താഴെ പറയും, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഏതൊരു കാര്യത്തിന്റെയും ദൈവം വിളിക്കുമ്പോൾ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട്. ഇന്നത്തെ ആൾക്കാരുടെ പ്രശ്നം, ദൈവം ഒരു കാര്യത്തിന് വിളിക്കും ഉറപ്പില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടാൽ കോഴിക്കോട് എത്തും അല്ലെങ്കിൽ തൃശ്ശൂർ എത്തും ഉറപ്പ് കിട്ടിയാലേ പുറപ്പെടുകയുള്ളൂ. അബ്രാഹാം എങ്ങനെ പുറപ്പെട്ടത്? എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ, എത്തുമോ എന്നറിയാതെ അവർ പുറപ്പെട്ടു. എന്തൊരു വചനം നോക്കി അല്ലേ? ഇപ്പൊ വിശ്വാസം ഉള്ളിടത്ത് ഒരു എന്താ പറയുക, ഒരു എടുത്തിയാട്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിനകത്ത് ഒരു ലിവ് ഡാർക്ക്നെസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ലെവലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള വിശ്വാസം മൂലം വിളി കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വചനവും ദൈവത്തിന്റെ വിളിയാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ പറ്റും. ഓരോ ഡോക്ടറെ കാണുന്ന സമയത്ത് ആ ഡോക്ടർ എനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് ഞാൻ കഴിക്കുകയാണ്. വിശ്വാസമുള്ളിടത്ത് അനുസരണമുണ്ട്. ശ്രദ്ധിക്കണം, അവിടെ അതിനപ്പുറം അടുത്ത ലെവലാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് വിശ്വാസം പറഞ്ഞാൽ കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശ ലഭിക്കുന്നുള്ള ഉറപ്പാണല്ലോ. അതാ പറഞ്ഞേ, എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെയാണ് പുറപ്പെട്ടത്. നിങ്ങൾ ചിന്തിക്കുക കേട്ടോ, കുറച്ച് ചിന്തിക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നിങ്ങളെ വചനം തപ്പിയിട്ടേക്ക് നിങ്ങൾ കുറച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ അപ്പം നമ്മളെ സംബന്ധിച്ച് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പള്ളിയിൽ പോകുന്ന ഈശോ എവിടെയുണ്ട്, വിശുദ്ധ കുർബാന ഈശോയാണ്, നമ്മുടെ വിശ്വാസം തീർന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനാ, നമ്മള് പിന്നെ പാവപ്പെട്ടവർക്ക് സഹായം ചെയ്തു വിശ്വാസത്തിന് പറഞ്ഞു. വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇങ്ങനത്തെയൊക്കെ ചില സംഗതികളുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന സമയത്ത്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവെ, ഞങ്ങളെ വചനങ്ങളൊക്കെ കേട്ടപ്പറിക്കുന്ന കൊടുങ്കാറ്റിന്റെ കർത്താവെ, കാറ്റിന്റെ ഇരുമ്പല് പോലെ, തിരമാലകളെ അലറൽ പോലെ കർത്താവ്, ഞങ്ങൾ ഉച്ചസ്വരത്തിൽ, നല്ല സ്വരത്തിൽ സ്തുതിക്കും, ഉച്ചസ്വരത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ആശീർവാദത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
താല്പര്യം ചെല്ലപ്പെടുന്ന ദുഷ്ടാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിലുണ്ടെങ്കിൽ ആട്ടിപ്പായിക്കുന്നു. ആശുപത്രിയിൽ നിർണായക സ്റ്റേജിൽ കിടക്കുന്ന രോഗികളുടെ അടുത്ത് യേശു ചെല്ലുന്ന ചില ദർശനങ്ങൾ, ചില അനുഭവങ്ങൾ, മാലാഖയൊക്കെ അടുത്ത് ചെല്ലുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, അതുപോലെ തന്നെ കർത്താവ് ചില ബയോപ്സി, ചില റിസൾട്ടുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുകൂലമായ ഒരു വെളിപ്പെടുത്തൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ ചില ദൗത്യങ്ങൾക്ക് വേണ്ടി നാളെ പുറപ്പെടുന്നവർക്ക് അതിനുവേണ്ട കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ കുടുംബങ്ങളെ സമസ്ത മേഖല ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൊണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.